ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മഷ്റൂം ക്യാരറ്റ് റൈസിൻ്റെ റെസിപ്പി കാണാം. ഇതിലേക്ക് മഷ്റൂം, ഒനിയൻ, ടൊമാറ്റോ, ക്യാരറ്റ്, സ്പിനാച്ച്, കൊറിയാണ്ടർ ലീവ്സ് ഇത്ര എടുത്തിട്ടുണ്ട്. ഈ സ്പിനാച്ചും കൊറിയാണ്ടർ ലീവ്സും ക്യാരറ്റും ടൊമാറ്റോയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റാക്കി റെഡിയാക്കി മാറ്റി വയ്ക്കണം. ഇനിയൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂമും ഒനിയനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതൊന്ന് റെഡിയായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇത് റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതൊന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലെ വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡറും 2 ടീസ്പൂൺ ചിക്കൻ മസാലയുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇത് റെഡിയായി വരുമ്പോൾ വൈറ്റ് റൈസ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ റൈസ് വളരെ ഹെൽത്തിയാണ്. സ്പിനാച്ച് ഗട്ട് ഹെൽത്തിനും കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാനും അയൺ റിച്ചൊക്കെയാണ്. മഷ്റൂമും അതുപോലെ തന്നെ. ക്യാരറ്റിൽ ബീറ്റാ കരോറ്റിൻ, ഫൈബർ, ആൻറ്റി ഓക്സിഡൻറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.